സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി ദുർബലമാകാതെ കാത്തുസൂക്ഷിച്ച ചുരുക്കം ചില നേതാക്കൾ ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ടും കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർച്ചയിലേക്കും തളർച്ചയിലേക്കും വഴുതി വീഴുമ്പോൾ തങ്ങളുടെ പ്രവർത്തന പാടവം കൊണ്ടും ഉജ്ജ്വല വാഗ്മിത്വം കൊണ്ടും പ്രവർത്തകരെയും പ്രസ്ഥാനത്തെയും കൈപിടിച്ച പ്രമുഖ നേതാക്കളാണ് PC ചാക്കോയും ബന്നി ബഹനാനും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവരിൽ പ്രത്യേകിച്ച് PC ചാക്കോയ്ക്ക് സീറ്റ് കൊടുക്കുന്നതിൽ വലിയ മുറുമുറുപ്പാണ് പലർക്കും. 1970 മുതൽ 73 വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു PC ചാക്കോ. പാർട്ടിക്കുള്ളിൽ സംസ്ഥാനത്ത് പല പദവികളും കൈകാര്യം ചെയ്ത ഇദ്ദേഹം 1980 കേരള വ്യവസായ വകുപ്പ് മന്ത്രിയായി. കുറച്ചുകാലം ശരത് പവാറിൻ്റെ കൂടെ കോൺഗ്രസ് എസിൽ പോയെങ്കിലും പെട്ടെന്ന് തിരിച്ചെത്തി കോൺഗ്രസിൽ സജീവമായി. തൻ്റെ സ്വതസിദ്ധമായ പ്രവർത്തനം കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള പ്രവർത്തകർക്ക് കരുത്തും കർമ്മവീര്യവും നൽകി. 1991 തെരഞ്ഞെടുപ്പിൽ 10ാം ലോക്സഭയിലെത്തിയ PC ചാക്കോ പിന്നീട് 1996 98 2009 ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2014 ചാലക്കുടി മണ്ഡലത്തിൽ നടൻ ഇന്നസെൻറ്റിനോട് 13,884 വോട്ടിന് PC ചാക്കോ പരാജയപ്പെട്ടു. 1991 ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ പാർലമെൻറ്റിൻ്റെ സാമ്പത്തികം, ടൂറിസം, ഊർജം, ധനകാര്യം, ഗതാഗതം എന്നിങ്ങനെ അനേകം കമ്മിറ്റികളിൽ അംഗമെന്ന നിലയിലും പ്രിവിലേജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും കഴിവ് തെളിയിച്ച PC ചാക്കോ 2011 2G സ്പെക്ട്രം അഴിമതി സംബന്ധിച്ച് അന്വേഷിക്കുന്ന സംയുക്ത പാർലമെൻറ്റ് സമിതിയുടെ ചെയർമാനായിരുന്നു. ഡൽഹി സംസ്ഥാന കോൺഗ്രസിൻ്റെ ചുമതല വഹിക്കുന്ന നേതാവ് എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനാവുകയാണ് PC ചാക്കോ. ഇങ്ങനെ പാർട്ടി ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിറവേറ്റുന്ന നേതാക്കന്മാരെയാണ് പാർട്ടിക്ക് ആവശ്യം. അത്തരം നേതാക്കന്മാരുടെ കുറവ് പാർട്ടിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്നും ചാലകശക്തിയായി നിന്ന നേതാവാണ് ബന്നി ബഹനാൻ. എന്നാൽ പല സ്ഥലത്തും അദ്ദേഹം തഴയപ്പെട്ടു. 1982 തന്നെ നിയമസഭാ അംഗമായ അദ്ദേഹത്തെ പാർട്ടി പരമാവധി ഉപയോഗിച്ചതല്ലാതെ പിന്നീട് ഒരു നിയമസഭാ അംഗമാകാൻ 2011 വരെ കാത്തിരിക്കേണ്ടി വന്നു. അവസാനം തൃക്കാക്കര മണ്ഡലവും അദ്ദേഹത്തിന് നിഷേധിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് വലിയ വേദനയായി. ഇപ്പോൾ UDFൻ്റെ അമരക്കാരനാണെങ്കിലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് യാഥാർത്ഥ്യം. PC ചാക്കോയെപ്പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് രാജ്യത്ത് ഓടി നടന്ന് പാർട്ടിയുടെ ചുമതലകൾ ഭംഗിയായി നിറവേറ്റുമ്പോൾ നാട്ടിൽ മുഴുവൻ സമയവും ഉണ്ടാകില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പോരായ്മയായി കാണുന്നത് ഉചിതമല്ല. മത്സരിക്കില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ പോലെയുള്ള നേതാവിനെ ജയിപ്പിച്ചയക്കാൻ ഓരോ കോൺഗ്രസ്സുകാരനും ബാധ്യതയുണ്ട്. അധികാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാർ ഉയർത്തുന്ന ഇടിമുഴക്കം പോലെയുള്ള ശബ്ദമാണ് പാർട്ടിയുടെ ശക്തി.